പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു വടംവലി നടക്കുന്നുണ്ട്. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡും ഒരു വടംവലി നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. എന്ത് വടംവലിയാണ് നടക്കുന്നത്? പാപവും ദൈവീകവും തമ്മിലുള്ള വടംവലി, നന്മയും തിന്മയും തമ്മിലുള്ള വടംവലി. നാം ഓരോരുത്തരും നന്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ദേശത്തിൽ നന്മ പ്രവർത്തിക്കണമെന്നും നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്യണമെന്നും നന്മയിലൂടെ മാത്രം നടക്കണമെന്നും നന്മ മാത്രം കേൾക്കണമെന്നും നല്ലത് മാത്രം ചിന്തിക്കണമെന്നും നന്മ മാത്രം സംഭവിക്കണമെന്നുമൊക്കെ നാം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്ക് പാപത്തെ അടിച്ചമർത്തുവാനായിട്ട് കഴിയാത്തത് കാരണം എപ്പോഴും നന്മ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും പാപത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലൂടെ പുറത്തേക്ക് വരുന്നു. എന്നാൽ എങ്ങനെ ഈ പാപത്തിനെ നമുക്ക് അടിച്ചമർത്തുവാനായിട്ട് കഴിയും? നന്മ ചെയ്യുന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് കഴിയും? പാപത്തെ എങ്ങനെ തോൽപ്പിക്കുവാനായിട്ട് കഴിയുമെന്ന് വേദപുസ്തകത്തിൽ നിന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള പ്രഭാത വചന ധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നെഹമ്യ 13-ാമത്തെ അധ്യായം നാം വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന സാഹചര്യം, നെഹമ്യാവ് യെരുശലേമിൻ്റെ മതിലുകളും വാതിലുകളും എല്ലാം പുനഃപ്രതിഷ്ഠിച്ചതിന് ശേഷം ഒരിക്കൽ കൂടെ ശൂഷൻ രാജധാനിയിൽ അർത്ഥശിഷ്ട രാജാവിനെ കാണുവാനായിട്ട് താൻ കടന്നു പോവുകയാണ്. കടന്നുപോയി ചില നാളുകൾ അവിടെ ചിലവഴിച്ചതിന് ശേഷം, ഓർക്കുന്നുണ്ടോ, മുമ്പ് താൻ യെരുശലേമിൻ്റെ അധംപതിച്ച സ്ഥിതിയെപ്പറ്റി കേൾക്കുമ്പോൾ താൻ ശൂഷൻ രാജധാനിയിൽ അർത്ഥശിഷ്ട രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. അവിടെ വച്ച് ഈ വാക്കുകൾ, യെരുശലേമിൻ്റെ ശോഷിച്ച അവസ്ഥയെപ്പറ്റി കേൾക്കുമ്പോൾ രാജാവിനോട് താൻ ഇക്കാര്യം അറിയിക്കുകയും രാജാവിൽ നിന്ന് കുറച്ച് അവധി വാങ്ങി താൻ സ്വന്തം ദേശമായ യെരുശലേമിലേക്ക് വന്ന് മതിലുകളെല്ലാം പുനഃപ്രതിഷ്ഠിക്കുകയും അതിനെ വീണ്ടും പുതുക്കി പണിയുകയും അതിന് പുതിയ വാതിലുകൾ വച്ച് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ പറ്റി കഴിഞ്ഞ നാളുകളിൽ നാം ഒരുമിച്ച് ധ്യാനിച്ചതാണ്. അതിനുശേഷം ആ പണികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഒരിക്കൽ കൂടെ താൻ അർത്ഥശിഷ്ട രാജാവിനെ കാണുവാനായിട്ട്, വിസിറ്റ് ചെയ്യുവാനായിട്ട് ശൂഷൻ രാജധാനിയിലേക്ക് കടന്നുപോയി കുറച്ച് നാളുകൾ അവിടെ ചിലവഴിച്ചതിന് ശേഷം പിന്നെയും താൻ യെരുശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ നടക്കുന്ന ചില ക്രമക്കേടുകൾ തൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതിൽ എല്ലാ കാര്യങ്ങളും ഇന്ന് പകലിൽ പറയുവാൻ സമയം പോരാത്തത് കൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ ചുരുക്കുകയാണ്. ഇതേ അധ്യായത്തിൻ്റെ, നെഹമ്യ 13-ാം അധ്യായം, അതിൻ്റെ 15 മുതൽ 22 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് സംസാരിക്കുവാനായിട്ട് പോവുകയാണ്. അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങളെപ്പറ്റി ആദ്യം ഞാൻ വിവരിക്കാം. അതിനുശേഷം അതിനെ പരിഹരിക്കുവാനായിട്ട് താൻ ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത ഭാഗമായിട്ട് ഒരുമിച്ച് ധ്യാനിക്കാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്? നെഹമ്യ 13-ാം അധ്യായം, അതിൻ്റെ 15-16 വചനങ്ങൾ ശ്രദ്ധിക്കുക. ആ കാലത്ത് യഹൂദായിൽ ചിലർ ശബ്ബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബ്ബത്തിൽ വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായ ചുമടെല്ലാം യെരുശലേമിലേക്ക് ചുമന്നുകൊണ്ടുവരുന്നതും കണ്ടു. അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. സൂര്യനും അവിടെ പാർത്ത് മത്സ്യവും പലചരക്കും കൊണ്ടുവന്ന് ശബ്ബത്തിൽ യഹൂദിയർക്കും യെരുശലേമിലും വിറ്റുപോന്നു. അവിടെ നടക്കുന്ന സംഭവത്തെ ഒന്ന് ചുരുക്കി ഞാനിങ്ങനെ പറയട്ടെ. ദീർഘനാളുകൾക്ക് ശേഷം യെരുശലേമിലേക്ക് കടന്നു വന്ന താൻ പിന്നെയും പുതുക്കി പണിത മതിലുകൾക്കകത്തുള്ള യെരുശലേമിലെ സാഹചര്യത്തെപ്പറ്റി നെഹമ്യാവ് കാണുന്ന കാഴ്ച ഇതാണ്. യെരുശലേം ദേവാലയം ഉൾപ്പെട്ട് നിൽക്കുന്ന ആ യെരുശലേം മതിലിനകത്ത് അവിടെ ഒരു ബിസിനസ് നടക്കുകയാണ്. അവിടെ ബിസിനസ് നടക്കുന്നതിന് നെഹമ്യാവിന് പ്രശ്നമൊന്നുമില്ല. യെരുശലേം എന്നുള്ള പട്ടണത്തിൽ നിരവധി പേർ കടന്നു വരും. അവിടെ ഒരുമിച്ച് പല കൂടിക്കാഴ്ചകൾ നടക്കും. വളരെ മനോഹരമായിട്ട് പല കച്ചവടങ്ങളും ബിസിനസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് അവിടെ ഒരു പ്രശ്നമായിട്ട് നെഹമ്യാവിന് ബോധ്യപ്പെടുന്നത്? അതത്രേ, ശബ്ബത്തിൽ ഈ ബിസിനസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓർമ്മയുണ്ടോ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലടക്കം
10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് എഴുതി നൽകുമ്പോൾ അടക്കം പല തവണ ദൈവം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ 6 ദിവസം നിങ്ങൾക്ക് അധ്വാനിക്കാം, എന്നാൽ ശബ്ബത്ത് നാൾ എന്നുള്ളത് അത് ദൈവത്തിന് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ദിവസമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അടക്കം നമുക്ക് കാണാമല്ലോ, 6 ദിവസം കർത്താവ് ദൈവം എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചതിന് ശേഷം 7-ാമത്തെ ദിവസം താൻ റെസ്റ്റ് ചെയ്തു. അത് തനിക്ക് വിശുദ്ധമായിട്ടുള്ള ദിവസമാക്കി താൻ മാറ്റുകയാണ്. അങ്ങനെ മോശയ്ക്ക് 10 കൽപ്പനകൾ എഴുതി നൽകുന്ന സാഹചര്യത്തിൽ അടക്കം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ശബ്ബത്ത് നാളിനെ നിങ്ങൾ ശുദ്ധീകരിക്കണം. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത്, ആ യെരൂശലേം കോമ്പൗണ്ടിനകത്ത് ശബ്ബത്ത് നാളിലടക്കം ആ യെരൂശലേം കോമ്പൗണ്ടിനകത്ത്, യെരൂശലേം മതിലിനകത്ത് കച്ചവടം നടക്കുകയാണ്, ബിസിനസ് നടക്കുകയാണ്. അത് തെറ്റായിട്ട് നെഹമ്യാവിന് ബോധ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അതൊരു പാപമായിട്ട് നെഹമ്യാവിന് ബോധ്യമായി. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, പാപത്തെ പാപമായി കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കണം. അവിടെ ഒരു പദം അങ്ങനെ തന്നെ നമുക്ക് കാണാം. 15ൻ്റെ അവസാന ഭാഗങ്ങളിൽ ചുമടെല്ലാം യെരൂശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നതും കണ്ടു എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധേയമാണ്. കണ്ടു എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമല്ല. വളരെ വ്യക്തമായിട്ട് അവിടെ ഒരു പാപം സംഭവിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് നെഹമ്യാവിന് ബോധ്യമാവുകയാണ്. നമ്മുടെ ജീവിതത്തിലും പാപത്തെ പാപമായി തിരിച്ചറിയുവാനായിട്ടുള്ള ആത്മീയ കണ്ണുകൾ തുറന്നിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പാപവും നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ആത്മീയമായ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഇതാ നെഹമ്യാവ് അങ്ങനെ ഒരു ന്യായപ്രമാണ ലംഘനം, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ ഒരു പാപം സംഭവിക്കുന്നുണ്ട് എന്ന് നെഹമ്യാവ് കണ്ടാൽ മാത്രമേ നമുക്കൊരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ, കണ്ടതുകൊണ്ട് മാത്രമായില്ല, തുടർന്നുള്ള നടപടികൾ നാം സ്വീകരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി നെഹമ്യാവ് ചെയ്യുന്നത് തൊട്ടടുത്ത ഭാഗങ്ങളിൽ 17 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. അവിടെയുള്ള യഹൂദ പ്രമാണികളെയൊക്കെ തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തിയതിന് ശേഷം ഈ കാര്യം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട് പാപത്തെ പാപമായി കാണുവാനായിട്ടുള്ള കണ്ണുകൾ നെഹമ്യാവിന് തുറന്നു കിട്ടി. ആ പാപത്തെ പാപമായി കണ്ടുകൊണ്ട് ആ പാപത്തെ ബ്ലോക്ക് ചെയ്യുവാൻ, ആ പാപത്തെ നിർത്തലാക്കുവാനായിട്ടുള്ള, അതിനെ അഡ്രസ്സ് ചെയ്യുവാനായിട്ടുള്ള നടപടിക്രമങ്ങൾ നെഹമ്യാവ് ആരംഭിക്കുകയാണ്. അതിൻ്റെ 19-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം കാണുകയാണ്, പിന്നെ ശബ്ബത്തിന് മുമ്പേ യെരൂശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബ്ബത്ത് കഴിയും വരെ അവ തുറക്കാതിരിപ്പാനും ഞാൻ കൽപ്പിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് നെഹമ്യാവ് എടുക്കുന്ന ഒരു നടപടിയാണ്, ഏത് വാതിലിലൂടെയാണോ ഈ കച്ചവടക്കാർ ശബ്ബത്ത് നാളിൽ യെരൂശലേമിലേക്ക് കയറി വരുന്നത്, ആ വാതിലിനെ അങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ശബ്ബത്ത് തുടങ്ങുന്നതിന് മുമ്പ് വാതിൽ അടയ്ക്കും, ശബ്ബത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാതിൽ തുറന്നു കൊടുക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പാപങ്ങൾക്കും ഇതുപോലെ നാം ഒരു വിലങ്ങിടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് വാതിലുകളിലൂടെയാണോ പാപം നമ്മുടെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് സാധ്യതയുള്ളത്, ആ വാതിലുകളെ നാം അങ്ങ് അടച്ചു കളയുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് ഒരല്പം എഫേർട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ, മാനുഷികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. 5 മനോഹരമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ, വാതിലുകളെ എന്ന് ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള കണ്ണുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നന്മകൾ കാണുവാനായിട്ട് ആ കണ്ണുകൾ തുറന്നിരിക്കട്ടെ. മനോഹരമായിട്ടുള്ള കാതുകൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുവാൻ ആ കാതുകൾ ഉപയോഗിക്കപ്പെടട്ടെ. നല്ല ത്വക്ക് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രം സ്പർശിക്കുവാൻ, നമ്മുടെ സ്പർശനങ്ങൾ, നമ്മുടെ നടപ്പുകളെല്ലാം ക്രമീകരിക്കുവാനായിട്ട് ഈ നാളുകളിൽ ദൈവം അതിലൂടെ നമ്മളെ സഹായിക്കുമാറാകട്ടെ. നല്ലൊരു നാക്ക് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നന്നായി ആശയവിനിമയം നടത്തുവാൻ, മറ്റുള്ളവരുമായി സംസാരിക്കുവാൻ, മറ്റുള്ളവരുമായി ഇടപെടുവാനായിട്ട്, നന്മ ചെയ്യുവാനായിട്ട് അത് പറയട്ടെ. ആ വിധത്തിൽ നമ്മുടെ നാവുകളെ ക്രമീകരിച്ചാട്ടെ. നല്ല മൂക്ക് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രം, മൂക്ക്
വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നിയാൽ പോലും യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ജീവിതത്തിലേക്ക് നാം നോക്കിയാൽ ഏശാവിനെ യാക്കോബിലേക്ക് ജ്യേഷ്ഠാവകാശത്തെ വിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് മൂക്കാണ് എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ വഴിയാണ് പാപം കയറുവാനായിട്ട് സാധ്യതയുള്ളത്, ആ വാതിലുകളെ നാം അടയ്ക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കാനോ ചെവി മൂടിയിരിക്കാനോ നാം അടച്ചിരിക്കാനോ ഒന്നുമല്ല പറയുന്നത്. പിന്നെയോ അതിലെല്ലാം ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഇന്ദ്രിയങ്ങളെല്ലാം ജയിക്കുവാനായിട്ടുള്ള ഇന്ദ്രിയ ജയം എന്നുള്ള ആത്മാവിൻ്റെ വരം നമുക്ക് ഇന്നാളുകളിൽ കൊതിക്കുകയും അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നെഹമ്യാവ് വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കുകയാണ്. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. തൊട്ടടുത്തതായിട്ട് നമുക്കിങ്ങനെ കാണാം, ശബ്ബത്ത് നാളിൽ ഒരു ചുമടും അകത്തു കടത്താതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എൻ്റെ ആളുകളിൽ ചിലരെ നിർത്തി. വാതിൽ അടച്ചതുകൊണ്ട് മാത്രമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി യെരൂശലേമിൽ ബിസിനസ് നടക്കുകയില്ല, ശബ്ബത്ത് നാളിൽ ബിസിനസ് നടക്കുകയില്ല എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം നെഹമ്യാവിനെ അറിയാം, ഒരുപക്ഷെ വാതിൽ ചവിട്ടിപ്പൊളിച്ചും ആൾക്കാരകത്തേക്ക് വരുവാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ മതിൽ ചാടിക്കടന്നായിരിക്കാം അവർ വരിക. അങ്ങനെയൊക്കെ സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ആൾക്കാരെ, ചില കാവൽക്കാരെ കൂടെ നെഹമ്യാവ് എക്സ്ട്രാ പ്രൊട്ടക്ഷനായിട്ട് അവിടെ വയ്ക്കുകയാണ്. ഇതുമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ വാതിലുകളെല്ലാം അടച്ചു, നല്ലൊരു ഇന്ദ്രിയ ജയം എന്നുള്ള ആത്മാവിൻ്റെ തികഞ്ഞ വരത്തിനാൽ നാം നിറയപ്പെട്ടു, ഇപ്പോൾ ഞാൻ പെർഫെക്റ്റാണ് എന്ന് ഒരു മനുഷ്യനും പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം ഏത് നിമിഷവും പാപം വാതിലുകൾക്കരികെ കിടക്കുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെഹമ്യാവ് ചെയ്തതുപോലെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നോണം നമ്മുടെ ജീവിതത്തെയും ഒരിക്കൽ കൂടെ ഒന്ന് ക്രമീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് കടന്നു വരുവാനായിട്ട് കഴിയുന്ന എല്ലാ സാധ്യതകളും ബ്ലോക്ക് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ഇന്നാളുകളിൽ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് 20-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും 1-2 പ്രാവശ്യം യെരൂശലേമിന് പുറത്ത് രാപാർത്തു. ആകയാൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്നതെന്ത്? നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കുമെന്ന് അവരോട് പറഞ്ഞു. ആ കാലം മുതൽ അവർ ശബ്ബത്തിൽ വരാതെയിരുന്നു. ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ജയം അവിടെ നെഹമ്യാവ് നേടിയെടുക്കുകയാണ്. എന്തിന് എതിരായിട്ട് പൂർണ്ണമായിട്ടുള്ള ജയം? പാപത്തിന് എതിരായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ജയം. അവിടെ എന്താണ് സംഭവിച്ചത്? ഒന്നാമതായിട്ട് നെഹമ്യാവ് പാപത്തെ പാപമായി കണ്ടു. 2, പാപത്തെ നെഹമ്യാവ് അഡ്രസ്സ് ചെയ്തു. 3, പാപം കടന്നു വരുവാനായിട്ട് സാധ്യതയുള്ള എല്ലാ വാതിലുകളും നെഹമ്യാവ് കൊട്ടിയടയ്ക്കുക മാത്രമല്ല, അവിടെ വാതിൽ കാവൽക്കാരെ കൂടെയാക്കി എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ ലെയർ കൂടെ നെഹമ്യാവ് സൃഷ്ടിച്ച് ആക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പാപം ഏത് സമയത്തും പിന്നെയും ആക്രമിച്ച് കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നെഹമ്യാവ് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപം കടന്നു വന്നാൽ അതിനോട് പോരാടുവാൻ, അതിനെ തോൽപ്പിക്കുവാനായിട്ട് ചില കാവൽക്കാരെ കൂടെ നെഹമ്യാവ് ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? പാപം തോറ്റു, നന്മ ജയിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകലിലും ദൈവാത്മാവ് പാപത്തെ ജയിച്ച് നന്മ ചെയ്യുന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം ഉയരണമെന്ന്, ശ്രേഷ്ഠകരമായി മാറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ജീവിത നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ ഈ വിധമായിട്ടുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, പാപത്തോട് പോരാടി ജയിച്ച് നന്മ ചെയ്ത് ദൈവീകമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഉടമകളായി നാം മാറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹവും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കേഷൻ ലെവലിലേക്കൊന്ന് കൊണ്ടുവന്നാട്ടെ. പാപത്തോട് പ്രാണത്യാഗത്തോളം നമുക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാടി നാം ജയിക്കുക തന്നെ വേണം. ഇന്ന് പകലിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമെടുത്ത്, അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പുകൾ വച്ച് മുന്നേറുവാനായിട്ട് തയ്യാറായാൽ ഈ വടംവലിയിൽ ഒരിക്കലും പാപം ജയിക്കുവാനായിട്ട് ഇടവരാത്ത വിധത്തിൽ പാപത്തെ അടിച്ചമർത്തി നന്മ ചെയ്യുവാനായിട്ടുള്ളൊരു വാതിൽ നാം തുറന്നു കൊടുത്താൽ നമ്മുടെ ജീവിതം ഏറ്റവും വിജയകരമായി മാറ്റപ്പെടും. ഇനി ആക്രമിച്ച് കയറി വരുന്ന പാപത്തെ എങ്ങനെ നമുക്ക് പോരാടി ജയിക്കാം? ചില വചനഭാഗങ്ങൾ കൂടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 119-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു വയ്ക്കട്ടെ, നമ്മുടെ
ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെടുക. നമ്മുടെ ഹൃദയത്തിനകത്ത് എത്രത്തോളം ദൈവത്തിൻ്റെ വചനം വയ്ക്കുവാനായിട്ട് കഴിയുമോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം വയ്ക്കുക. കാരണം എപ്പോഴും ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് വേദപുസ്തകം തുറന്ന് ആ ഭാഗത്തിലേക്ക് ചെന്ന് ആ ഭാഗം വായിച്ച് ആ കാര്യങ്ങളെ തിരിച്ചറിയുമ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരിക്കും. അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ വചനങ്ങൾ സംഗ്രഹിച്ചു വയ്ക്കുവാനായിട്ട് കഴിയുമോ, കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വയ്ക്കുന്നത് പോലെ ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വച്ചാൽ പാപത്തെ തിരിച്ചറിയുവാനും പാപത്തെ ജയിക്കുവാനായിട്ടും നമുക്ക് കഴിയും. രണ്ടാമതായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ആത്മീയ മനുഷ്യൻ എപ്പോഴും ആയുധം ധരിച്ച് സജ്ജരായിട്ടിരിക്കണം. കാരണം ഓർപ്പിച്ചതുപോലെ പിശാച് ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പാപം ജയിക്കത്തക്ക അളവിൽ പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കപ്പെടുമ്പോൾ ഏത് സമയത്തും അതിനെ വിവേചിച്ച് അതിനെ ആക്രമിച്ച് തോൽപ്പിക്കത്തക്ക വിധത്തിൽ സർവായുധവർഗം ധരിക്കുവാനായിട്ട് നാം തയ്യാറാകണം. മൂന്നാമതായി തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ വചനം, യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം ഇതാണ്, യൗവനമോഹങ്ങളെ വിട്ട് ഓടുക. യോസെഫ് പൊത്തിഫറിൻ്റെ ഭാര്യയെ വിട്ട് ഓടിയതുപോലെ ചില സാഹചര്യങ്ങളിൽ പാപത്തിൻ്റെ പ്രലോഭന ശക്തികളിൽ നിന്ന് നാം ഓടിപ്പോകേണ്ടത് അത്യാവശ്യമാണ്. ചില സ്ഥാനത്തിരിക്കുമ്പോൾ വല്ലാത്തൊരു ടെംപ്ടേഷൻ എനിക്ക് കടന്നു വരുന്നു, പാപം ചെയ്യുവാനായിട്ടുള്ള തോന്നൽ കടന്നു വരുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്ക് മാറിയിരിക്കുവാനായിട്ട് തയ്യാറാക്കുക. ആ പ്രലോഭനത്തിൻ്റെ ശക്തികൾ മാറിയതിന് ശേഷം മാത്രം പ്രാർത്ഥിച്ച് ആത്മാവിൽ ഒരുക്കത്തോടെ മാത്രം തിരിച്ച് ആ സീറ്റിലേക്ക് വന്നിരുന്ന് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് നാം തുടങ്ങുക. അങ്ങനെ എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് കഴിയുന്നത്, വിട്ടോടേണ്ടതിനെ വിട്ടോടി ജയിക്കേണ്ടതിന് ജയിച്ച് ശക്തരായിട്ട് നമുക്ക് മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ. നാലാമതായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വചനം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. എപ്പോഴും പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അവന് പരിശുദ്ധാത്മാവിനെ സെൻസ് ചെയ്യുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ശബ്ദം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ചിന്തയിൽ പരിശുദ്ധാത്മാവ് ഇട്ട ഉടനെ അത് പരിശുദ്ധാത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ട് തയ്യാറാക്കുക. അഞ്ചാമതായി യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നാം കാണുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അന്യോന്യം സംസാരിക്കുക. നമുക്കൊരു നല്ല മെൻറ്റർ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സാഹചര്യങ്ങളിൽ അത് ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, ഏതെങ്കിലും നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം, ചില പാസ്റ്റർമാരായിരിക്കാം, ആരും ആയിക്കോട്ടെ. ആത്മീയമായി നിങ്ങളോട് ഒരുപാട് കണക്റ്റായിരിക്കുന്ന ഒരു വ്യക്തിയുമായി നിങ്ങളുടെ വിഷയങ്ങളെ സംസാരിക്കുക. വല്ലാതെ പാപം ചെയ്യുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട്, എനിക്കതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എനിക്ക് കടക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അത് പലപ്പോഴും മനുഷ്യനെ ഡിപ്രഷനിലേക്കും കുറ്റം വിധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ തള്ളിയിടുമ്പോൾ അതിൽ നിന്ന് മാറി മറ്റൊരു മനുഷ്യനോട്, നിങ്ങൾക്ക് വിശ്വസിക്കുവാനായിട്ട് കൊള്ളാവുന്ന ഒരു മനുഷ്യനോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ പാസ്റ്ററിനോട് നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റുപറയുക, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനോട് നിങ്ങൾ സംസാരിക്കുക. പരസ്പരം പ്രാർത്ഥിക്കുക, പരസ്പരം കൈത്താങ്ങുക. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഈ പാപത്തിൽ നിന്ന് നിങ്ങളെ പുറത്തിറക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഏതൊക്കെയോ പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന, ഇനി എനിക്കിതിൽ നിന്നൊരു മോചനമില്ലേ, ഒരു ബന്ധനമായി ഒരു ചെയിന് കൊണ്ട് വരിഞ്ഞു മുറുക്കിയതുപോലെ എൻ്റെ ജീവിതമായിരിക്കുന്നു എന്ന് താങ്കൾ ഭാരപ്പെടുന്നുവെങ്കിൽ സുഹൃത്തെ, നിങ്ങൾക്കതിൽ നിന്ന് പുറത്തിറങ്ങുവാനായിട്ട് കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, യേശുവിൻ്റെ രക്തം എല്ലാ പാപക്കറകളെയും കഴുകിക്കളയുവാൻ ശക്തിയുള്ളതാണ്.
യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് മുടിയനായ പുത്രൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നതുപോലെ ഒരു മടങ്ങി വരവിൻ്റെ തീരുമാനമെടുത്ത് ദൈവസന്നിധിയിലൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, ദൈവമേ എന്നെ ഇതിൽ നിന്ന് പുറത്തിറക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുന്ന ചില വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കും. ഈ പാപത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും, പാപത്തെ നിങ്ങൾ ജയിക്കും. നെഹമ്യാവ് പാപം കണ്ട ഒരു സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ താൻ ചെയ്തതോടുകൂടെ പിന്നെ ആ പാപം തുടരുവാനായിട്ട് ആ പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതുപോലെ ശബ്ബത്തിനെ ആചരിക്കുവാൻ ആ ദേശത്തെ, ആ പട്ടണത്തെ നെഹമ്യ ഒരിക്കൽ കൂടെ ഒരുക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഈ വചനത്തിൽ നാം ഒരുമിച്ച് ധ്യാനിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ നന്നായി ക്രമീകരിക്കുക. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും, ജയാളികളായി ദൈവം നിങ്ങളെ നടത്തും. ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.